ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? നമ്മളിവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ വോയിസ് കൊടുക്കണേൽ ചെറിയ ചെറിയ എന്തോ മിസ്റ്റേക്കൊക്കെ ഉണ്ട്. കാരണം എന്തോ ഒരു സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്യണു. ഇപ്പം ഇത്തിരി തോർന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ പുതുതായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഒക്കെ ഒന്ന് അറിയിച്ചിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് ഞാൻ പാർട്ട് 1 ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ണികളെ റെഡിയാക്കണതും അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. ഇത് നല്ല ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. രണ്ടും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ല, സോറി, എന്താ പറയുക, എനിക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം വീഡിയോ എടുക്കണതിൽ ചെറിയ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ലോങ് ആയിട്ടൊക്കെ തോന്നണം എനിക്ക്. അപ്പോൾ ഇനി അതൊക്കെ ഓക്കെ ആക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫേസ് കാണിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. മുൻപുള്ള വീഡിയോസിലൊന്നും അങ്ങനെ ഇല്ലയെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് കേട്ടോ. ഞങ്ങളിപ്പോൾ ഉമ്മയുടെ വീട്ടിലാട്ടാ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് നേരം, ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു ഇല്ലേ മോളെ? ആ ഫുഡ് ഉമ്മ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചു. ഫേവറേറ്റ്. ഉപ്പാക്കുന്ന ലീവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഇപ്പം ഇങ്ങോട്ട് വാ. അപ്പോൾ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചു. ഇപ്പം 5 മണിയായിട്ട് കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു. മഴ അപ്പോൾ തോർന്നു. അപ്പോൾ എന്നാലും നല്ല മഴക്കാറ് പിന്നെയും ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പറമ്പിൽ. നമ്മളവിടെ അങ്ങനെ നടക്കാൻ പറ്റില്ല പറമ്പിൽ. ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ നടക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഫുഡ് അടി കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ തളർന്നു, അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ ഉണ്ണികൾക്കുള്ള സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയി. അപ്പോൾ സിപ്പപ്പോ ഐസോ എന്താ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ഫീവർ വന്ന് മാറിയിട്ടുള്ളൂ. പിന്നെയും ഐസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബ്രെഡ് വാങ്ങാൻ പറഞ്ഞു. ഉമ്മ ബ്രെഡ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടി വാങ്ങാനാണ് പോയിക്കണം. കാരണം ചിക്കൻ കറിയാലോ. അപ്പോൾ ഈവനിങ് ടൈം ബ്രെഡും ഞങ്ങൾ ചിക്കൻ കറിയും കട്ടൻ ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉപ്പ അത് വാങ്ങാൻ പോയിക്കാണ്. എനിക്കൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉമ്മ അവിടെ എന്തോ ഒരു പണിയിലാണ്. ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ നിങ്ങൾ വെറുതെ ഇവിടെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയൊരു വീഡിയോ എടുക്കാൻ വെച്ചാൽ പിന്നെ വെറുതെ എന്താണ്ടൊക്കെ പൊട്ടിക്കണുണ്ട്. എന്താണ് പൊട്ടിക്കണേ? റൈമോളർ മീനെ നോക്കാന്ന് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ പൊട്ടിന്ന് മീനെ പിടിക്കലാട്ടെ വരെ ജോലി. ഇക്കാകോ അത് തന്നെയാണ്. കിടന്ന് ഉറങ്ങണം. ആരും ഞങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊക്കെ ഇങ്ങോട്ട് വരുമോ? എന്താ സംഭവം? തൊട്ടാവാടിനെ കേട്ടോ പറയണേ. തൊട്ടാവാടിയില്ലേ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പകല് വരലൊക്കെ കുറവാണ്. ഫുള്ളും നൈറ്റാണ് വരെ വീട്ടിൽ കിട്ടാം. കാരണം ഇക്കാക്ക് വർക്ക് ഉണ്ടാവും. ഉണ്ണികൾ സ്കൂളും ക്ലാസ് മദ്രസ സ്കൂൾ ഇതൊക്കെ വിട്ടിട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല വീട്ടിലേക്ക് പകൽ വരാൻ. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും മാസത്തിൽ 1-2 പ്രാവശ്യം പകൽ വന്ന് അത്രേ ഉള്ളൂ. പിന്നെ സാറ്റർഡേയും സൺഡേ ആയാലും ഉണ്ണികൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിൽ കുറേ പഠിക്കാനൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് വരൽ കുറവാണ്. ഇങ്ങോട്ട് ഉപ്പ വരും. ഉപ്പ വരുന്നുണ്ട്. ബ്രെഡും ഉണ്ണികൾക്കുള്ള സ്നാക്സും പിന്നെ ഐസ് വാങ്ങിയോ ഇല്ലയെന്ന് അറിയില്ല. നമ്മൾ നോക്കി നോക്കാം. മഴക്കാലമായാലും വെക്കൂല. മഴക്കാലമൊക്കെ ആയാൽ വെക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. ഉപ്പ സിപ്പൊക്കെ വാങ്ങി വന്നു ഗെയ്സ്. നല്ല തണവുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഷാൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5 ആളുണ്ട്. അപ്പോൾ 5 ആൾക്കുള്ള സിപ്പപ്പ് ഉണ്ട്. ഇപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെയും കോൾഡും കാര്യങ്ങളൊക്കെ വരാനാവും. വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ അതേ നമ്മളിവിടുത്തെ പോത്താട്ടാണ് നിൽക്കണത്. നോക്കുകയാണ്. ഒത്താവും. നല്ല തണവ്. അതാണ് ഞാൻ ഷാളിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക. നല്ല തണവ്. മാത്രം എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. വലിയ ടേസ്റ്റ് ഇല്ല. അവർക്ക് തന്നെ കൊടുക്കുക. വലിയ ടേസ്റ്റ് തോന്നണില്ല എനിക്കിതിനോടൊന്നും വലിയ കമ്പില്ല. ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ കിട്ടുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പം എന്താ ആവശ്യമില്ല. ചില ഇപ്പോൾ പല ടേസ്റ്റ് ഉണ്ടാവും. ചില ടൈമിലൊക്കെ ഉപ്പായിലേക്ക് കാലും വാങ്ങിക്കൊണ്ടും ഉണ്ണികൾക്ക്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. ഇത് എനിക്കെന്താവും ഇഷ്ടമായില്ല. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആരോ പോകുന്നതിൽ എന്നെ നോക്കണം വീഡിയോ എടുക്കണപ്പോൾ. സിപ്പപ്പ് അവർക്ക് തന്നെ കൊടുത്തു. അത് വലിയ ടേസ്റ്റൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അവർക്ക് കൊടുത്തു. റൈമോൾ കഴിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിലത്തെ വീട്ടിൽ പോത്തെന്ന് പറഞ്ഞില്ലേ, അതിന് കെട്ടിയിട്ടില്ല കേട്ടോ. അതിനെ അഴിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അതാ അവിടെയാണ് നിന്നിരുന്നത്. പിന്നെ ഇവിടെ നിന്നു. ഇപ്പം അതേ അവിടെ അറ്റത്ത് നിൽക്കുന്നുണ്ട്.
അപ്പം ഞാൻ വെച്ചു കയറിങ്ങനെ ലൂസാക്കി ഇട്ടേക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ അതിനഴിച്ചിട്ടേക്കാണ്. അതിപ്പോൾ വേണമെങ്കിലും ഓടി വരും. പിന്നെ റനമോൾക്ക് വലിയ ഇൻട്രസ്റ്റ് താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. അത് ഇങ്ങോട്ട് വരണ്ട കേട്ടാ, പോത്തിനവിടെ അഴിച്ചിട്ടേക്കാം. അപ്പോൾ റൈമോൾക്ക് വലിയ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു. വെറുതെ ഇങ്ങനെ കടിച്ച് പിടിച്ചിരിക്കുന്നുണ്ട് സിപ്പപ്പ്. റൈമോള് ആളതും കഴിച്ച് എൻ്റെതും കഴിച്ച് കഴിഞ്ഞു തോന്നുന്നു. പിന്നെ ബ്രെഡ് വാങ്ങിക്കോണമെന്നുണ്ട് കേട്ടോ. അമ്മയുടെ കട്ടൻ വെക്കുന്നുണ്ട്. ദേ നല്ല മഴ വരാൻ പോകണം, നല്ല മഴക്കാറുണ്ട്. പക്ഷെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല വെയിലുള്ള പോലെയൊക്കെ തോന്നുന്നു. പക്ഷെ അതെപ്പോൾ വേണമെങ്കിലും ഓടി വരാം. അത് കാരണം പേടിച്ച് ഇങ്ങനെ നോക്കിക്കാണ് അതിനെ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ച് വന്നിട്ട് കാണാം. നമ്മളൊരു എന്തോ പറയണ ജ്യൂസില്ലേ, വലിയ ടേസ്റ്റ് ഇല്ല അല്ലേ ഇത്? സ്ട്രോ കിട്ടണേ, അതിന്റെ ഒരു ടേസ്റ്റോ ഉപ്പ്. എന്ത് നമുക്കൊരു ജ്യൂസ് കിട്ടില്ല സ്ട്രോ വെച്ചിട്ടുള്ള, എന്തൊരു മാംഗോ ജ്യൂസ്. മാംഗോ അല്ല, ഒരു വെള്ളക്കുപ്പില് ആപ്പിള്. എനിക്കെന്നെ അറിയില്ല ഗൈസ്, എന്താണോ പറയണത്. ആപ്പിളാന്ന് തോന്നണ്. വേറൊരു സാധനം ഉണ്ട്, പേരെനിക്കറിയില്ല. അതിന്റെ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ടേസ്റ്റ്. റൈമോളത് ഫുള്ള് കാലിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നല്ല തട്ട് തട്ടി. ബ്രെഡും ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ബ്രെഡും ബീഫ്, ചിക്കൻ കറി, പിന്നെ കുറുമക്കറി ഇതൊക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അല്ലാണ്ട് ബ്രെഡ് വെറുതെ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഉമ്മ നല്ല ചൂടുള്ള പാൽച്ചായ ഉണ്ടാക്കിയിട്ടുണ്ടായി, അത് കുടിച്ചു. പിന്നെ റൈമോൾക്കും എഗ് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവരത് കഴിച്ചു. പിന്നെ ഞാൻ റൈമോളും ഒരു പ്ലേറ്റിലാണ് കഴിച്ചത്. അപ്പം അതിൽ നിന്ന് ചെറിയ പീസ് ഞാനും കഴിച്ചു കേട്ടോ, എഗ് ഓംലേറ്റ്. പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മൾ ബ്രെഡും എന്താണ് ചിക്കൻ കറി അല്ല നമ്മളെ കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇല്ലേടാ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും നല്ല കോമ്പിനേഷനാണ് ബ്രെഡും ചിക്കൻ കറി കേട്ടോ. എനിക്ക് വീട്ടിൽ സംസാരിക്കും, നല്ല ഉറക്കം സംസാരിക്കും. പക്ഷെ വീഡിയോയിൽ എന്താണ് സൗണ്ട് കുറവായി. ഇപ്പം അടുത്ത് ആരുമില്ല കേൾക്കാനും. അപ്പോൾ പോത്ത് കുറേ നേരം അവിടെ നടന്ന് അപ്പുറത്തടന്ന് ഇപ്പം അതേ ആ തോട്ടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. കാണണ്ടാണാവോ ഇവിടെ അത് ആദ്യം കിടക്കണ. അപ്പം റൈമോള് കഴിച്ചു കഴിഞ്ഞില്ല. റൈമോള് ബ്രെഡ് മാത്രം കഴിക്കും, പിന്നെ ചിക്കൻ പൊരിച്ചിടേ അപ്പം അത് കഴിക്കും. അപ്പോൾ പിന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ പോകുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും, ഇരുട്ടാവും, ചിലപ്പോൾ നടത്തി പോയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന് വെച്ചാൽ ചെയ്യണമൊന്നുമില്ല. അപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നാളെ ക്ലാസ് ഉണ്ടാവാമോ അറിയില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ പോകണം, ഇല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ നാളെ മറ്റന്നാളായിട്ട് 3 ദിവസം സ്കൂൾ ഉണ്ടാവില്ല. മദ്രസ പിന്നെ എന്താ വയലിൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇവിടെ പകൽ നാളൊന്നും വരില്ല. എന്തായാലും വരുമ്പോൾ ഇനി പകൽ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാട്ടെ. ഇവിടെ ആകെ മഴയൊക്കെ പെയ്തുകൊണ്ട് ആകെ പുല്ലും പോലെയും അതൊക്കെ എടുക്കണം. അപ്പോൾ പോണ വഴിക്ക് ടൈം ഉണ്ടെങ്കിൽ മാമാടെ ഒന്ന് കയറണം. നിങ്ങൾ പോകുമ്പോൾ കയറുന്ന ഒരു ഇതുണ്ടെങ്കിൽ മാമാടെ വീട്ടിൽ കയറും. പിന്നെ അതേപോലെ മുത്തുമ്മില്ലേ അവിടെ, അല്ലെങ്കിൽ മുത്തുമാടെ കയറും. പിന്നെ ബാബിയുടെ വീട്ടിൽ കയറും, ഇക്കാടെ വീട്ടിൽ, അതായത് എൻ്റെ ഉമ്മയുടെ മൂത്തത്താടെ മോൻ്റെ വീട്ടിൽ അവിടെ കയറും. ബാബിയുടെ വീട്ടിൽ കയറിപ്പോൾ ബാബിയുടെ അവിടെ പോകുമ്പോൾ എന്തായാലും ചിലപ്പോൾ അറിയില്ല, ചിലപ്പോൾ കയറില്ലാന്ന് തോന്നുന്നു. കാരണം അവർ നേരത്തേക്ക് എടുക്കും. ഇരുട്ടാന്ന് വെച്ചാൽ മാമാടെ കയറും. അവിടെ പറ്റി ലേറ്റ് ആകുമ്പോൾ നമ്മളെ പോലെ ലേറ്റ് ആയിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ പോകുമ്പോൾ നേരെ ഉണ്ടെങ്കിൽ മാമാടെ അവിടെ കയറും. നേരെ ഉണ്ടെങ്കിൽ പിന്നെ ഇക്കാടെ വീട്ടിൽ പോലും ബാബിയുടെ വീട്ടിൽ പോലും നടക്കില്ല. ഇക്കാടെ ഇവിടെ അടുത്താണ്, പക്ഷേ അതും പോകാൻ പറ്റില്ല. കാരണം ബാബി ഇക്കാടെ വീട്ടുകാരൊക്കെ നേരത്തെ കിടന്നുറങ്ങും. മാമൊക്കെ നമ്മളെ പോലെ നല്ല ലേറ്റ് ആയിട്ടാണ് കിടന്നുറങ്ങുക. അപ്പോൾ പോകുമ്പോൾ ടൈം ഉണ്ടെങ്കിൽ അവിടെ കയറും. പിന്നെ നേരെ നമ്മളോടക്ക് പോകും. അപ്പോൾ അതൊന്നും ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കില്ല ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിലേ ഇപ്പം തന്നെ ഇതെന്താ ഫോൺ ഹാങ് ആയി തോന്നുന്നു. ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ ഫോണിന്. പിന്നെ ഇത്ര ഉള്ള വീഡിയോ. പിന്നെ റൈമോൾ എന്തോ പറഞ്ഞു, ബാബിയുടെ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ വീഡിയോയിൽ ബാബിയുടെ അവിടെ ബാബി ഫ്രണ്ടല്ല, ബാബിയുടെ മോളെ പേര് പാത്തു എന്നാണ്. ഒക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് അവിടെ. ആദ്യം ഉണ്ണിയുടെ സ്കൂളിലാണ് പഠിക്കണത്. ആളെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. 3ലാണ് പഠിക്കണത്. അപ്പോൾ കാണണം എന്ന് പറയുന്നുണ്ട് ബാബിയുടെ മോളെ. പക്ഷേ ഇവർ സ്കൂളിൽ ചെന്നും കാണണം. പക്ഷെ പോകുമ്പോൾ നേരെ ഉണ്ടാവില്ല അവിടെ കയറാൻ. പിന്നെ ഒരു ദിവസം നേരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം ബൈ ബൈ. അപ്പം എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും മോളെ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരുന്നത്. അതുപോലെ മഴയും വരുന്നുണ്ട്. ബൈ.
ഹലോ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ റെനമോൾ പറഞ്ഞല്ലോ മൂത്തുമ്മാടെ പേരക്കുട്ടിനെ കാണാൻ പോകണം, ബാബിയുടെ മോള് പാത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരെ കാണാൻ പോകാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ റെനമോൾ ആകെ ഫീലായി നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾ മൂത്തുമ്മാനെ കാണാൻ വേണ്ടി ഞാനും ഉമ്മയും കൂടി പോയി. നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവരെ വീട്. അവിടെ ചെന്നപ്പോൾ പാത്തുവിനെ കണ്ടു. അപ്പോൾ റെനമോൾ ഫുൾ ഹാപ്പി. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ ബാബിയുടെ മോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാട്ടോ ഇത്. നേരത്തെ റെനമോളെ സ്കൂളിൽ പഠിക്കണതെന്ന് പറഞ്ഞാൽ മുത്തുമ്മാടെ പേരക്കുട്ടി. അപ്പം ഞങ്ങൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു, ബ്രെഡും ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മാറും മൂത്തുമ്മാട് പോവാന്ന് പറഞ്ഞു. പൂത്താനെ കാണാൻ, ഞാൻ പൂത്താന്നാട്ടാ വിളിക്കാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് പാത്തുവിൻ്റെ ഇക്കയും കൂടി അവരെ വല്യമ്മാനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഭാഗ്യമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ പോണത് തന്നെ ഈ പാത്തുവിനെ കാണാനാണ്. അതാണ് മോൾക്ക് പാത്തുവിനായിട്ട് കളിക്കാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ പുഴയാണ്, പുഴയുടെ അടുത്താണ് കേട്ടോ അവരുടെ വീട്, പുഴയുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഈ പാത്തുവിനായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അല്ല പാത്തു, ഞങ്ങൾ കുറച്ച് നേരം കളിക്കട്ടെ കേട്ടോ, എന്നിട്ട് കുറച്ചിട്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ ഈ വീഡിയോസ് ലൈക്ക് ചെയ്യണം, നിങ്ങളെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേഗം വരുന്നു. ബൈ ബൈ.